എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ ഇതുപോലത്തെ ചോപ്പറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ചോപ്പർ നമ്മൾ കുറച്ചധികം കാലം യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ മൂർച്ച കുറഞ്ഞു വരും. അപ്പോൾ മൂർച്ച നമുക്ക് കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലേശം പോരാ, ഒരു പിടിയോളം കല്ലുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു താഴത്തെ ബ്ലേഡ് ഇങ്ങനെ കവർ ചെയ്യുന്ന അത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ചോപ്പർ അടച്ചിട്ട് നല്ലപോലെ നമ്മൾ സാധാരണ ചോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുന്ന സമയത്ത് ചോപ്പറിൻ്റെ ബ്ലേഡിനൊക്കെ നല്ലൊരു ഷാർപ്നെസ് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഷാർപ്നെസ് നമുക്ക് പോവാതെയും നോക്കാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്തിട്ട് ഷാർപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു ചോപ്പർ കേടാകാതെയും ഷാർപ്നെസ് പോവാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കേടായി കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്തത് തീപ്പെട്ടി യൂസ് ചെയ്തിട്ട് അടുപ്പൊക്കെ കത്തിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു വലിയ പ്രശ്നമാണ് തീപ്പെട്ടി തണുത്ത് പോയിട്ട് ഇങ്ങനെ ഈർപ്പൊക്കെ ആയിട്ട് കത്താതിരിക്കുക എന്നുള്ളത്. അതിന് ഇതേപോലെ തീപ്പെട്ടി ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് കത്തിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്തിക്കോളും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി അടുത്ത ടിപ്പ്, ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇങ്ങനത്തെ ഉള്ള പൊടികളൊക്കെ കുറച്ചധികമൊക്കെ വാങ്ങി വയ്ക്കുന്നവർക്ക് ഉള്ളൊരു പ്രശ്നമാണ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരിക എന്നുള്ളത്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ പോവാത്ത രീതിയിൽ ഒന്ന് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പൊടിയിടുന്ന കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുമിച്ച് ഒരു വലിയ കണ്ടെയ്നറിൽ കൂടുതൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നറിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വയ്ക്കുക. പിന്നെ അത് കഴിയുമ്പോൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ മറ്റേത് അവിടെ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും ചെയ്യുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തന്നെ ഈ ഒരു സമയത്ത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അടുത്തത്, രാവിലെ നേരത്തെ ചോറ് വെന്ത് കിട്ടണം എന്നുള്ളവർക്ക്, അതായത് ഹസ്ബൻഡിനോ മക്കൾക്കൊക്കെ രാവിലെ നേരത്തെ ഓഫീസിലോട്ടൊക്കെ പോകണമെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് ചോറ് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് നേരത്തെ എണീറ്റ് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇതുപോലത്തെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈസ് കുക്കറോ അതുപോലെ തന്നെ പ്രഷർ കുക്കറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരി എടുക്കുന്നുണ്ട്. അരിയിലേക്ക് ഞാൻ ഇതുപോലെ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അരി എപ്പോഴും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നതാണ് നല്ലത്. അതിലെന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലപോലെ തിരുമ്മി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കാസറോൾ വേണം. എന്നിട്ട് നമ്മുടെ കഴുകിയെടുത്തിട്ടുള്ള അരി കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ടത്. രാവിലെ ചോറ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് അധികം അരി ഉണ്ടെങ്കിൽ 2 കാസറോളിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 2-2.5 ഗ്ലാസ് വെള്ളമൊക്കെ എന്തായാലും അതിലൊഴിച്ച് വെക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അരി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല ചൂടുള്ള നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ആവി കളയണ്ട. പെട്ടെന്ന് തന്നെ കാസറോൾ അടച്ചിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്കിത് രാവിലെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാനായിട്ട് കാസറോൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ചൂടൊക്കെ നിൽക്കുന്ന ടൈപ്പ് കാസറോൾ തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ കുറച്ച് വലുതാണ് കൂടുതൽ നല്ലത്. നമുക്കിങ്ങനെ ആക്കാനൊക്കെ സൗകര്യം അതായിരിക്കും. പിന്നെ കുറച്ച് അരിയാണെങ്കിൽ ചെറിയ കാസറോളായാലും മതി. ഇപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു 1/4 ഭാഗത്തോളം ഈ അരി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന കലത്തിലേക്ക് ഇത് മൊത്തത്തിൽ മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള സ്പേസിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഒട്ടും തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ തിളപ്പിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിത് വാറ്റി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേക്കുള്ള ചോറ് തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ആ ഒരു കാസറോളിലുള്ള ചോറ് 1/4 ഭാഗം വെന്ത ചോറ് നമ്മൾ ഇതേപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് തയ്യാറായിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും നിങ്ങൾക്കെല്ലാം തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ പറയാനും പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്